അസ്സലാമു അലൈക്കും. കുറച്ച് മുന്നേ യൂട്യൂബിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഒരാൾ ചോദിച്ചു നമ്മൾ ഇസ്തിഗ്ഫാർ എങ്ങനെയാണ് ചെയ്യാന്ന്. ഇസ്തിഗ്ഫാർ അല്ലെങ്കിൽ റിപ്പൻറ്റൻസ്, നമ്മൾ പാപമോചനം തേടുന്നത് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു എന്ന് നമുക്ക് ബോധ്യം വരുമ്പം എങ്ങനെ അതിൽ നിന്നും ഇസ്തിഗ്ഫാർ അല്ലെങ്കിൽ തൗബ ചെയ്യാം എന്നുള്ള ഒരു കാര്യമാണ് ഉദ്ദേശിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഒരു കാര്യമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അതിന് മുന്നേ ഇസ്ലാമിൽ എത്രത്തോളം അല്ലെങ്കിൽ അള്ളാഹ്ക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ തൗബ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇസ്തിഗ്ഫാർ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും, അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദിവസവും 100 തവണയെങ്കിലും ഇസ്തിഗ്ഫാർ ചെല്ലാറുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഒരു പാപരഹിതനായ അല്ലെങ്കിൽ ഒരു തെറ്റും ചെയ്യാത്ത, ഒരു പാപവും ചെയ്യാത്ത, ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും 100 തവണയൊക്കെ ഇസ്തിഗ്ഫാർ എല്ലാ ദിവസവും ചെല്ലുന്നുണ്ടെന്ന് പറയുമ്പം നമ്മൾ സാധാ മനുഷ്യന്മാരായിട്ടുള്ള നമ്മൾ എത്രത്തോളം ഇതിനെ സീരിയസ് ആയിട്ട് കാണണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഒരാൾ ഇസ്തിഗ്ഫാർ പതിവാക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും അവന് മോചനം നൽകും. അതുപോലെ എല്ലാ വ്യതകളിൽ നിന്നും അള്ളാഹു അവന് മുക്തി നൽകും. മാത്രമല്ല, അവൻ വിചാരിക്കാത്ത വഴികളിൽ കൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ജീവിത വിഭവങ്ങൾ നൽകും, റിസ്ക് നൽകും എന്നാണ് പറയുന്നത്. അപ്പം ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ വെറും പാപമോചനം മാത്രമല്ല, നമ്മളൊരു തെറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൊറുക്കുക എന്നുള്ളത് മാത്രമല്ല, അതിലൂടെ നമുക്ക് നമ്മളുടെ റിസ്ക് വർദ്ധിപ്പിക്കുന്നു, നമ്മളുടെ കഷ്ടപ്പാടുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുന്നു, എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് നമ്മളെ മുക്തമാക്കുന്നു. ഇതൊക്കെ കൂടിയാണ് ഇതിൻ്റെ ഒരു അറ്റ് ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന വലിയൊരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം, നമ്മളെ തഖ്വ ഉണർത്തുന്ന കാര്യങ്ങളായിട്ടുള്ള നമസ്കാരം, നോമ്പ്, ദിക്ർ, ഇതൊക്കെ പോലെ തന്നെ നമ്മളെ തഖ്വനെ ഉണർത്തുന്നതിൽ വളരെ വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണ് ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ. ഖുർആൻ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ നാഥനോട് പാപമോചനം തേടുക, അവങ്കിലേക്ക് പക്ഷാത്തപിച്ച് മടങ്ങുക, എങ്കിൽ ഒരു നിശ്ചിത കാലം വരെ അവൻ നിങ്ങൾക്ക് ഉത്തമമായ ജീവിത വിഭവം നൽകും. ശ്രേഷ്ഠത പുലർത്തുന്നവർക്ക് തങ്ങളുടെ ശ്രേഷ്ഠതക്ക് ഒത്ത പ്രതിഫലമുണ്ട്. നമുക്ക് എങ്ങനെ ഇസ്തിഗ്ഫാർ ചെയ്യാം? ഫസ്റ്റത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിയ്യത്താണ്. അതായത് ഞാൻ ആത്മാർത്ഥമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇസ്തിഗ്ഫാർ ചെയ്യുകയാണെന്നുള്ളൊരു നിയ്യത്ത്, ആത്മാർത്ഥമായിട്ടുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ആത്മാർത്ഥമായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിൽ തട്ടിയിട്ട് ഇനി ഞാൻ ആ ഒരു തെറ്റിലേക്ക് തിരിച്ചു പോകില്ലെന്നോ അല്ലെങ്കിൽ ആ ഒരു തെറ്റ് ഞാൻ ചെയ്യൂല എന്നുള്ള ഒരു വിശ്വാസത്തിൽ വേണം നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യാൻ തുടങ്ങാൻ. എന്ത് പാപത്തിന് വേണ്ടിയിട്ടുള്ള തൗബയാണോ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ആ ഒരു തെറ്റ് ഞാൻ ആത്മാർത്ഥമായിട്ട് അതിൽ ഖേദിക്കുന്നു, അതിൽ കുറ്റബോധം തോന്നുന്നു എന്നുള്ള ഒരു വിശ്വാസം മനസ്സിൽ ഉണ്ടാവും. അതേപോലെ നമുക്ക് അള്ളാഹിൻ്റെ മുന്നിൽ നല്ല വിനയത്തോടു കൂടിയിട്ട്, അതായത് അള്ളാഹ്ക്ക് മാത്രമേ എൻ്റെ പാപങ്ങൾ പരിഹരിക്കാൻ കഴിയുള്ളൂ എന്നുള്ള ആ ഒരു ദൃഢമായ വിശ്വാസത്തിലും ആ ഒരു വിനയത്തോടു കൂടിയിട്ടും നമ്മളതിനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റും അവസാനത്തായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആത്മാർത്ഥമായിട്ട് ഞാനിനി ആ ഒരു പാപം ചെയ്യില്ല എന്നോ അതിലേക്ക് ഞാൻ തിരിച്ചു പോയില്ല എന്നോ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ മനസ്സിൽ ശപഥം എടുക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമുക്ക് ചെയ്തൊരു തെറ്റ് നമ്മൾ എത്ര പക്ഷാതപിച്ചാലും ചിലപ്പോൾ തിരിച്ച് നമ്മൾ പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും ഇവിടെ ഒരു വിഷയമല്ല. കാരണം നമുക്ക് ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല ഞാൻ പറഞ്ഞ്, അറിയാതെ നമ്മൾ ചിലപ്പോൾ ആ തെറ്റിലേക്കോ അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് പോവുകയാണെങ്കിലും പോലും നമുക്ക് അല്ലാഹ് ഇസ്തിഗ്ഫാർ ചെയ്യാൻ, തൗബ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്നാൽ കൂടിയിട്ട് നമ്മളിങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഒരു തീരുമാനം എടുക്കുക, അതായത് ഞാൻ തിരിച്ച് ആ ഒരു തെറ്റിലേക്ക് പോകില്ല എന്നുള്ളൊരു തീരുമാനം എടുത്തുകൊണ്ട് തന്നെ നമ്മൾ ഇസ്തിഗ്ഫാർ തുടങ്ങുക എന്നുള്ളതാണ്. ഇസ്തിഗ്ഫാർ ചെയ്യാനുള്ള രൂപങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നിലധികം രൂപങ്ങളുണ്ട്. ഇപ്പം നമുക്ക് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാം, അല്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് സയ്യിദുൽ ഇസ്തിഗ്ഫാർ, അതായത് പാപമോചനങ്ങളുടെ നേതാവ് എന്നറിയപ്പെടുന്ന സയ്യിദുൽ ഇസ്തിഗ്ഫാർ നമുക്ക് പറയാം. അങ്ങനെ പല രീതികളുണ്ട്. ഈ ഇസ്തിഗ്ഫാറുകളൊക്കെ നമുക്ക് എപ്പോൾ ചെയ്യാമെന്ന് വെച്ചാൽ, ഏറ്റവും നമുക്ക് ഉത്തമമായിട്ടുള്ള സമയമാണ് സുബ്ഹിക്ക് ശേഷം, സുബ്ഹി നിസ്കരിച്ചതിന് ശേഷം നമ്മൾ ചെല്ലുന്ന ഇസ്തിഗ്ഫാർ. അതേപോലെ തന്നെ മഗ്‌രിബിന് ഉള്ള സമയം, ഈവനിങ്ങിൽ നമ്മൾ ചെയ്യുന്ന ഇസ്തിഗ്ഫാർ. അതേപോലെ തന്നെ നമുക്ക് എപ്പോഴൊക്കെ നമ്മളൊരു തെറ്റ് ചെയ്തു എന്ന് തോന്നുന്നോ, എന്തെങ്കിലും ഒരു മിസ്റ്റേക്കോ അല്ലെങ്കിൽ അള്ളാഹിൽ നിന്ന് നമ്മൾ ദൂരെ പോയി എന്നൊക്കെ തോന്നുന്ന ഒരു ഫീലിംഗ് നമുക്ക് എപ്പോഴൊക്കെ വരുന്നതോ അപ്പോഴൊക്കെ നമുക്ക് ഈ ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കാം. സയ്യിദുൽ ഇസ്തിഗ്ഫാറിനെ കുറിച്ച് പറയുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാൽ, ദൃഢവിശ്വാസത്തോട് കൂടിയിട്ട് ആരെങ്കിലും സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചെല്ലിയാൽ, അവൻ രാവിലെ ചെല്ലി അവന് വൈകുന്നേരത്തിന് മുന്നേ മരണപ്പെട്ടാൽ അവൻ സ്വർഗാവകാശികളിൽ പെട്ട ആളായിരിക്കുന്നു. അതേപോലെ തന്നെ ഉറച്ച പ്രതീക്ഷയിൽ രാത്രിയിൽ ഈ പ്രാർത്ഥന ചൊല്ലിയിട്ട് കിടന്നു, രാവിലെ
എണീക്കുന്നതിന് മുന്നേ അയാൾ മരണപ്പെട്ടു വിചാരിക്കുക, അയാൾ സ്വർഗത്തിലായിരിക്കും. അപ്പം നമ്മൾ അത്രയും നമുക്കൊരു പ്രൊട്ടക്ഷൻ കൂടിയാണ് ഈ ഒരു സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ. ഏറ്റവും ഉത്തമമായിട്ടുള്ള രൂപമാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ. പിന്നെ ഈ നാവ് കൊണ്ട് നമ്മൾ പറയുന്ന ഇസ്തിഗ്ഫാർ പോലെ അല്ലാതെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് നമുക്ക് അതിൽ വളരെയധികം പക്ഷാതാപം തോന്നുന്നുണ്ട്, നമുക്ക് സലാത്തു തൗബ, നമുക്ക് തൗബയുടെ നിസ്കാരമുണ്ട്, 2 റക്അത്ത് നിസ്കാരം. ആ നമസ്കാരം ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് നമുക്ക് നിസ്കരിക്കാവുന്നതാണ് തൗബയുടെ നിസ്കാരം എന്ന് പറഞ്ഞാൽ. അത് വേറൊരു രീതിയാണ്. പിന്നെ നമ്മളിതൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ തെറ്റുകൾ മറ്റുള്ള ആളുകൾക്കിടയിലുള്ളതാണ്, അതായത് വേറൊരു വ്യക്തിയായിട്ടുള്ളതാണെങ്കിൽ അത് നമ്മൾ ആ വ്യക്തിയായിട്ട് തന്നെ തീർക്കാൻ ശ്രമിക്കുക. അള്ളാഹിനോട് നമ്മൾ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഒരാളോട് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാളുടെ അടുത്ത് പോയി നമ്മൾ മാപ്പ് പറഞ്ഞിട്ടും അയാളെ മാപ്പ് സ്വീകരിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വിചാരിക്കില്ല. അങ്ങനെയല്ല, നമ്മളത് പറയുക എന്നുള്ള ക്ലിയർ ചെയ്യുക എന്നുള്ളൊരു കടമ നമ്മൾ ചെയ്യാം. എന്നിട്ട് അള്ളാഹ് അത് പരിഹരിച്ചോളും. നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതാണെങ്കിൽ അള്ളാഹ് അതെന്തായാലും പരിഹരിക്കും. അപ്പം നമ്മൾ വ്യക്തികൾ തമ്മിൽ ഉള്ള എന്തെങ്കിലും പ്രയാസങ്ങളാണെങ്കിൽ അത് ആ രീതിയിൽ അവരുമായിട്ട് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. നമ്മൾ പാപങ്ങൾ എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ളത്, ഇപ്പം നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ഈബത്ത് പറയുന്നത്, പരദൂഷണം പറയുന്നത്, കുത്തുവാക്കുകൾ പറയുന്നത്, അങ്ങനെ പല രീതിയിലുള്ള സംഭവങ്ങളൊക്കെ പാപങ്ങളിൽപ്പെട്ടാണല്ലോ. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഈബത്തൊക്കെ പറയുന്ന രീതിയിലേക്കുള്ളൊരു പാപം നമ്മൾ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ആത്മാർത്ഥമായിട്ട് അതിൽ പക്ഷാത്തപിച്ചുകൊണ്ട് നമ്മൾ പാപമോചനം ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ ആരെക്കുറിച്ചാണോ ഈബത്ത് പറഞ്ഞത് ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള വലിയൊരു പരിഹാരമാണ്. നമ്മളുടെ പാപങ്ങളൊക്കെ പൊറുക്കാനുള്ള ഒരു വലിയൊരു മാർഗ്ഗമാണ്. നമുക്ക് സ്വതക്കകൾ കൊടുക്കാം. സ്വതക്കകളിലൂടെ നമ്മളുടെ എന്തെങ്കിലും നമുക്കറിയാതെ ചെയ്തു പോയ പാപങ്ങൾ നമുക്ക് ഒരിക്കലും കൗണ്ട് ചെയ്യാൻ പറ്റൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് സ്വതക്കകൾ വർദ്ധിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ പാപങ്ങൾ മായ്ക്കുന്ന ഒരു വലിയൊരു സംഭവമാണ് സ്വതക്ക എന്ന് പറഞ്ഞാൽ. അപ്പോൾ സ്വതക്കകൾ കഴിയുന്നത് പോലെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 100 പ്രാവശ്യം ചൊല്ലിയെന്ന് പറഞ്ഞില്ലേ, 100 പ്രാവശ്യമെങ്കിലും മിനിമം നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പറ്റുമെങ്കിൽ അതിൽ കൂടുതൽ ചെയ്യാൻ നോക്കുക. നമ്മൾ ഏറ്റവും കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ച് ചെയ്യുന്നത് പക്ഷേ സ്ഥിരമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് എത്ര പറ്റുമോ അത് സ്ഥിരമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെയാണെങ്കിൽ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ വെറും ഒരു തെറ്റിൽ നിന്നുള്ള പാപമോചനം എന്നുള്ളതിന് പുറമേ നമ്മൾ കാണേണ്ടത് അത് നമ്മളുടെ റിസ്കിനെ വർദ്ധിപ്പിക്കും. അത് നമ്മളുടെ കഷ്ടതകളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് എടുത്തു കളയാനോ അല്ലെങ്കിൽ മുക്തമാക്കാനൊക്കെ ഒരു കാരണമാകുന്ന വലിയൊരു സംഭവമാണ് ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഇസ്തിഗ്ഫാറിനെ നമ്മുടെ നിത്യജീവിതത്തിലെ നമസ്കാരവും നോമ്പും ദിക്റും ഒക്കെ പോലെ തന്നെ കണ്ട് നമ്മളുടെ തഖ്വയെ വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് കണ്ട് നമ്മൾ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും.